തികച്ചും അപ്രതീക്ഷിതമാണ് ഇപ്പോൾ നടന്ന ആക്രമണം എന്ന് പറയാനാവില്ല. ഇറാന്റെ 4 നഗരങ്ങളെങ്കിലും ആക്രമണം വിധേയമായിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. ആയത്തുള്ള അലി ഖുമൈനിയുടെ ഔദ്യോഗിക വസതിയുടെ വളരെ സമീപം വലിയ സ്ഫോടനം കേട്ടതായ റിപ്പോർട്ടുകളുണ്ട്. ഔദ്യോഗിക വസതിയിൽ നിന്നും വളരെ സുരക്ഷിതമായ കേന്ദ്രത്തേക്ക്, അണ്ടർഗ്രൗണ്ട് ബങ്കറിലേക്ക് ആയത്തുള്ള അലി ഖുമൈനിയെ മാറ്റി എന്നാണ് പറയുന്നത്. ഏറ്റവും വൈകി എത്തുന്ന വിവരമനുസരിച്ച് 4 ദിവസം, അതായത് ഏതാണ്ട് 400 മണിക്കൂറോളം 100 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നിരന്തര ആക്രമണം പ്രതീക്ഷിക്കാം എന്ന നിലയിൽ ഇസ്രയേലിൽ നിന്നും പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞു. അതായത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ 100 മണിക്കൂറിനുള്ളിൽ പൂർത്തീകരിക്കുന്നു. അതിനുശേഷം 4 ദിവസത്തിന് ശേഷം ടെഹ്റാൻ നഗരം ഇപ്പോഴത്തെ രീതിയിലായിരിക്കില്ല. അപ്പോഴത്തെ ടെഹ്റാൻ എന്ന രീതിയിലുള്ള വൻപൻ ഭീഷണി പ്രയോഗമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിൽ നിന്നും വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത് എല്ലാ അവസരവും ടെഹ്റാന് കൊടുത്തതാണ്, ഇറാന് കൊടുത്തതാണ്. ആണവ ചർച്ചയിൽ ഇടപെട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുമായി വരിക. പക്ഷേ ആണവ ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഘട്ടത്തിൽ ആക്രമണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫീസിൽ നിന്നും വരുന്ന പ്രതികരണം. ഏതാണ്ട് പൂർണ്ണമായി ആണവ കപ്പാസിറ്റി ഇറാൻ ഉപേക്ഷിക്കണം, ആണവ സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കണം എന്ന അമേരിക്കൻ നിലപാടിനോട് അനുരൂപമായ രീതിയിലല്ല ഇറാൻ പ്രതികരിച്ചത് എന്ന് പ്രത്യേകമായി നമ്മൾ നോക്കിക്കാണണം. ഇറാൻ ആണവ സമ്പുഷ്ടീകരണം തുടരും, അതേസമയം കുറഞ്ഞ തോതിലായിരിക്കണം. ആണവ ഭീഷണി ഉണ്ടാകാത്ത രീതിയിൽ ആണവ ബോംബ് നിർമ്മാണം തങ്ങളുടെ അജണ്ടയിലല്ല. പക്ഷെ സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി, ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി, മെഡിക്കൽ റിസർച്ചിന് വേണ്ടി ആണവ സാങ്കേതികത ഉപയോഗിക്കും എന്ന ഇറാന്റെ ലിഖിതമായ നിർദ്ദേശം കഴിഞ്ഞ ചർച്ചയിൽ, 3ാം റൗണ്ട് ചർച്ചയിൽ ജനീവയിൽ വെച്ച് ലിഖിതമായ ഡ്രാഫ്റ്റ് പ്രപ്പോസൽസ് ആണ് ഇറാൻ മധ്യസ്ഥരായ ഒമാൻ വഴി അമേരിക്ക സമർപ്പിച്ചത്. ഈ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സ്വീകാര്യമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു ആക്രമണം, അതായത് ആത്യന്തികമായ ലക്ഷ്യം 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇറാന്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി നഷ്ടപ്പെടുത്തുക. 2025 സംഭവിക്കാതിരുന്നതും എന്നാൽ പൂർണ്ണമായി സംഭവിക്കാതിരുന്നതുമായ ഒരു കാര്യമാണ് ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നതാൻസിലെയും ആണവ നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുക എന്നത്. ഭാഗികമായി തകർത്തു എന്നത് വസ്തുതയാണെങ്കിലും പൂർണ്ണമായ തകർച്ച അവർ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും. ഒരു കാലത്തും ഇറാൻ ഇനി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ഒരു ആക്രമണമല്ലാതെ ഒരു ട്രീറ്റി കൊണ്ട്, ഒരു ഉടമ്പടി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന ഒരു തിരിച്ചറിവാകാം ഈ ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും പ്രേരിപ്പിച്ചത്. സംയുക്ത ആക്രമണമാണ് എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ അതൊന്ന്. 2, ഇറാൻ വളർത്തുന്ന ഈ പ്രോക്സികളുണ്ട്, ഹൂതികൾ, ഹമാസ്, ഹിസ്ബുള്ള, ഇവയെ എങ്ങനെ നിയന്ത്രിക്കും എന്നതിനെ കുറിച്ച് ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഇറാൻ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം. കാരണം അതൊക്കെ ആത്യന്തികമായി ഇസ്രായേലിനും അമേരിക്കൻ താല്പര്യങ്ങൾക്കും എല്ലാം തന്നെ മധ്യപൗരസ്ത്യ പ്രദേശത്ത് വലിയ ഭീഷണിയാകുന്ന പ്രോക്സി, ഈ പ്രോക്സികളുമായി തങ്ങൾക്ക് ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്ന ഇറാന്റെ ആ ഒരു നിലപാട്, പൊസിഷനെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാവുന്നില്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അതുപോലെ ഇറാന്റെ ശക്തമായ മിസൈൽ സംവിധാനം, ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ, ശബ്ദാതിവേഗ മിസൈലുകൾ ഉൾപ്പെടെയുള്ള ശേഖരം വലിയ പ്രതിസന്ധിയാണ് മധ്യപൗരസ്ത്യ പ്രദേശത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെ ഉയർത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ പിന്നാക്കം പോകാൻ ഇറാനാവില്ല. അത് മാത്രമല്ല, മിസൈലുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് പോകുന്നത് അവരുടെ ഡിഫൻസ് കേപ്പബിലിറ്റിയെ വല്ലാതെ പിന്നോട്ടടിക്കും. ഇതൊന്നും ധാരണയാകാത്ത കാര്യങ്ങളാണ്. ആത്യന്തികമായി ഇതൊക്കെ ധാരണയാകണമെങ്കിൽ പുതിയ ഒരു ഭരണകൂടം ഉണ്ടാകണം എന്ന അമേരിക്കയുടെ, ഇസ്രായേലിന്റെ കൃത്യമായ നിഗമനം ഒരുപക്ഷെ സാധ്യമാകണമെങ്കിൽ ബലപ്രയോഗം മാത്രമേ വഴിയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായി അങ്ങനെ ഒരു ആക്രമണം നടന്നു. പ്രിഎംപ്റ്റീവ് സ്ട്രൈക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 4ാം റൗണ്ട് ചർച്ച, ഇവിടെ സൂചിപ്പിച്ചതുപോലെ 4ാം റൗണ്ട് ചർച്ച ജനീവയിൽ നിന്നും മാറി വിയന്നയിലേക്ക് മാറുന്നു. അത് ആണവോർജ്ജ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ, റാഫേൽ ഗ്രോസി എന്ന ആണവോർജ്ജ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന 4ാം റൗണ്ട് എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുവരെ ആക്രമണം ഉണ്ടാവില്ല എന്നും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അടുത്ത ആഴ്ച, തിങ്കളാഴ്ച അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ജെറുസലേം, ടെലവീവ് സന്ദർശിക്കുന്നു, ഇസ്രായേൽ സന്ദർശിക്കുന്നു. അതിനുശേഷം മാത്രമേ ആത്യന്തികമായി യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ പോലും ഉണ്ടാകൂ എന്ന നിഗമനങ്ങളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം എന്ന് പറയാനാവില്ല, ഒരു ആക്രമണം, ഏകപക്ഷീയമായ ആക്രമണം നടന്നിരിക്കുന്നു. അതിന് ഇറാൻ ഇനി ഏത് രീതിയിലാണ് അതിന് പ്രതിരോധം തീർക്കുക? പ്രത്യാക്രമണം തീർച്ചയായും ഉണ്ടാകും. ഇറാന്റെ പ്രഖ്യാപിത നയമാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ, പശ്ചിമേഷ്യയിലെ എല്ലാ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടാകും എന്നും, ഇതൊരു കേവലം ഒരു ലിമിറ്റഡ് വാർ ആയിരിക്കില്ല, ഒരു പ്രാദേശിക യുദ്ധം തന്നെ ആയിരിക്കും. എൻറ്റയർ GCC മേഖല, സൗദി അറേബ്യയും UAEയും ഖത്തറും ഒമാനും എല്ലാം ഉൾപ്പെടുന്ന, കുവൈറ്റും ബഹ്റൈനും എല്ലാം ഉൾപ്പെടുന്ന
ദക്ഷിണ പേർഷ്യൻ ഗൾഫിന് തെക്കുള്ള എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന രീതിയിലും പ്രത്യേകിച്ച് ഇസ്രായേലിനെ വൻതോതിൽ ബാധിക്കുന്ന രീതിയിലുമുള്ള വൻപൻ യുദ്ധം എന്ന ഒരു പ്രഖ്യാപനവും അയത്തുള്ള ഖൊമേനി നടത്തിയ സ്ഥിതിക്ക് നമുക്ക് നോക്കിക്കാണേണ്ട കാര്യമാണ് എങ്ങനെയാണ് ഇറാൻ ഈ ആക്രമണങ്ങളോട് പ്രതികരിക്കുന്നത്. ഇപ്പോൾ തീർച്ചയായും ആക്രമണകാരി എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേൽ തന്നെയാണ്. സംയുക്ത ആക്രമണമാണ്. അമേരിക്കൻ വ്യോമസേന എയർക്രാഫ്റ്റുകൾ ഇതിൽ പങ്കെടുത്തു, ഇസ്രായേലിന്റെ എയർക്രാഫ്റ്റുകൾ പങ്കെടുത്തു, മിസൈൽ വർഷമുണ്ടായി എന്നൊക്കെ രീതിയിലാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സൈന്യങ്ങളുമായും സ്വാഭാവികമായി പോരടിക്കാൻ ഇറാൻ നിർബന്ധിതരാകും. നമുക്ക് ഇറാന്റെ അടുത്ത നീക്കമാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. തീർച്ചയായും താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇനിയിപ്പോൾ അന്തിമ ധാരണ അത് അകലുമോ എന്നുള്ളൊരു ചോദ്യമാണ് മുന്നിലുള്ളത്. കാരണം ഇറാൻ ഇത്ര വലിയൊരു അടി കിട്ടിയിട്ടും ഇറാൻ വലിയ രീതിയിലൊന്നും കുലുങ്ങിയിട്ടില്ല എന്ന് പറയാം. വലിയൊരു ആക്രമണം തന്നെ നടന്നു. പക്ഷേ യുദ്ധസമാനമാണെങ്കിൽ പോലും ഇറാൻ ഒരു കുലുക്കം അതുണ്ടായിട്ടില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണങ്ങൾ ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇസ്രയേൽ. ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ഇറാൻ ഒരു സിവിലൈസേഷൻ പവറാണ്. സീറ്റ് ഓഫ് സിവിലൈസേഷൻ ആയിരുന്നു. പരമ്പരാഗതമായ ഒരു വലിയ ശക്തിയാണ്. ഭൂമിശാസ്ത്രം ഇറാന് അനുകൂലമാണ്. പലപ്പോഴും സ്വാഭാവികമായ അതിർത്തികളുണ്ട്. ഇറാഖിനെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ എളുപ്പമല്ല. അല്ല എങ്കിൽ കഴിഞ്ഞ മാസം വെനിസ്വലയെ ആക്രമിച്ച് പൂർണ്ണമായും കീഴടക്കി അതിന്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ പോയി വിചാരണ ചെയ്യുന്ന അത്ര ലാഘവത്തോടെ കാണാവുന്ന ഒരു വിഷയമല്ല ഇറാന്റേത് എന്ന് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇറാൻ എല്ലാ കാലത്തും യുദ്ധ സജ്ജരായി നിന്ന രാജ്യമാണ്. ഒരുപക്ഷെ ഏറിയൽ സൂപ്പർമസി അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാന്റെ മേൽ തീമഴ പെയ്യിക്കാനാവും. ഏറിയൽ സൂപ്പർമസി, ബോംബാർഡിംഗ് കപ്പാസിറ്റി വളരെ കൂടുതലുള്ളത്, എയർ പവർ കൂടുതലുള്ളത്, ആയുധങ്ങൾ, അത്യന്താധുനികമായ ആയുധങ്ങൾ, എയർക്രാഫ്റ്റുകൾ, മിസൈലുകൾ എല്ലാം ഉള്ളത് അമേരിക്കയ്ക്കും ഇസ്രയേലുമാണ്. പക്ഷേ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് ഒരുപക്ഷെ ഇറാന്റേത്. പക്ഷേ ഇറാന് കാര്യമായ വ്യോമസേനയുടെ സാന്നിധ്യവും അവകാശപ്പെടാനാവില്ല. പക്ഷേ ഇറാന്റെ മിസൈൽ ശേഖരം, ഇറാന്റെ ഡിഫൻസ് പാരഡൈമിലെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഇറാന്റെ ശക്തമായ മിസൈൽ ശേഖരമാണ്. ആ ശേഖരം കാര്യമായ വിന്യസിക്കപ്പെട്ടിട്ടുള്ള സ്ഥിതിക്ക്, യുദ്ധസജ്ജമായി വിന്യസിക്കപ്പെട്ട സ്ഥിതിക്ക് അതെങ്ങനെയാണ് ഈ വ്യാപകമായ മിസൈൽ ശൃംഖലയെ തച്ചുടയ്ക്കുന്നത്? ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ട് ബങ്കേഴ്സ് കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായേക്കാം. സുരക്ഷിതമായ കേന്ദ്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കാം. ആണവ നിലയങ്ങൾക്കെതിരെ ഇസ്ഫഹാനിലെയും ഫർദോയിലെയും നഥാൻസിലെയും ആണവ നിലയങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണം ഉണ്ടായേക്കാം. IRGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സിനെതിരെ ആക്രമണം ഒരുപക്ഷെ സ്വാഭാവികമായി ഉണ്ടാകാം. ഇപ്പോൾ നടന്ന ആക്രമണം അയത്തുള്ള അലി ഖൊമേനിയുടെ വാസസ്ഥലത്തിനടുത്ത് ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ വരുമ്പോൾ വ്യാപകമായ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കേണ്ടി വരുമല്ലോ. ആ പ്രതികരണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവിക്കും എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. തീർച്ചയായും നമ്മൾ ഇസ്രയേലിന്റെ ഭാഗത്തും കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഇത്രയും വലിയൊരു ലോകശക്തി ഇറാനൊപ്പം അല്ല ഇസ്രായേലിനൊപ്പം നിൽക്കുമ്പോഴും ഇറാന്റെ തിരിച്ചടി ഏത് രീതിയിൽ ഇത് ഇസ്രയേലിനെ ബാധിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി നോക്കേണ്ടതുണ്ടല്ലോ. തീർച്ചയായും ഇസ്രായേൽ ചെറിയ രാജ്യമാണ്. കേരളത്തിന്റെ വലിപ്പം പോലും ഇല്ല. കേരളത്തിന്റെ ജനസംഖ്യയുടെ 3 മാത്രമേ ഉള്ളൂ. 1 കോടിയിൽ താഴെ ജനങ്ങൾ മാത്രമേ ഇസ്രായേലുള്ളൂ. പക്ഷെ എപ്പോഴും ഒരു വാർ മെഷീനറി എപ്പോഴും ഓണാക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. കാരണം അയൽവക്കത്തുള്ള അയൽ പ്രദേശങ്ങളിലുള്ള അറബി രാജ്യങ്ങളുമായി നിരന്തരം പോരാടിയ ഒരു ചരിത്രമാണ് ഇസ്രായേലിനുള്ളത്. സ്വാഭാവികമായി ഇപ്പോൾ അറബി രാജ്യങ്ങൾ അബ്രഹാമിക് കരാറുകളിലൂടെ ഇസ്രായേലുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഇസ്രായേലിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും ഇസ്രായേലിൽ നിന്നും അറബി രാജ്യങ്ങളുടെ ആക്രമണ ഭീഷണി പ്രതീക്ഷിക്കുന്നില്ല. തിരിച്ചും. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. അറബ് ലോകത്തുള്ള ഒരു നിലപാടല്ല ഇറാന്റേത്. ഒരു രീതിയിലും അമേരിക്കയെയും ഇസ്രായേലെയും അംഗീകരിക്കാത്ത ഇറാന്റെ നിലപാട് തീർച്ചയായും ഇസ്രായേലിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കുന്നു എന്നത് കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകുന്നതിനെ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഇസ്രായേലാകാം. ഇസ്രായേൽ ഓൾറെഡി ഒരു അപ്രഖ്യാപിത ന്യൂക്ലിയർ ശക്തിയാണ്. അതിനർത്ഥം പ്രഖ്യാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് ന്യൂക്ലിയർ ശക്തി ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. കൃത്യമായ ആണവ വിന്യാസം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ട് എന്നത് പരസ്യമായ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ പൂർണ്ണമായി ആക്രമിച്ച് കീഴടക്കാനൊന്നും പറ്റില്ല. പക്ഷേ തീർച്ചയായും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തിന് കഴിയും. മുൻകാലങ്ങളിലും അത് ഭാഗികമായി തെളിയിച്ചിട്ടുള്ളതാണ്. ആ സാധ്യതയെ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന സംയുക്തമായ ആക്രമണം എന്ന രീതിയിൽ തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും ഇതിനെ കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.